ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിഴിപ്പൊറോട്ടൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി റെസിപ്പിയിലേക്ക് പോകാം. 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് കറിവേപ്പിലിട്ട് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ബീഫ് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കുക്കർ എടുത്ത് അടുപ്പിലേക്ക് വെക്കുക. 25 മിനിറ്റ് ബീഫ് വേവിച്ചെടുക്കാം. ഇനി ബീഫ് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്കിനി മസാലയിലേക്ക് ആവശ്യമുള്ള സവാള, തക്കാളി, ബാക്കിയുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കി വെക്കാം. അതിനായി 3 സവാള, 3 തക്കാളി ഇതാണ് എടുത്തിട്ടുള്ളത്. അത് തൊലികളിനെ നന്നായി കഴുകിയെടുത്ത് അതിനുശേഷം സവാള നേരിയതായി കട്ട് ചെയ്തെടുക്കാം. തക്കാളി കട്ട് ചെയ്തെടുക്കാം. മല്ലിയില, കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെയാണ് വേണ്ടത്. ഇതൊക്കെ ബീഫ് വേകുന്ന സമയം കൊണ്ട് തയ്യാറാക്കി വെക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ബൾബ് വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുക്കാം. ബീഫ് ഇവിടെ വെന്ത് കഴിഞ്ഞു. ഇനി അത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് വറ്റൽമുളക്, സവാള ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവാള വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ചേർത്ത് നന്നായി വഴറ്റാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. തക്കാളി കട്ട് ചെയ്തത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിൻ്റെ ഗ്രേവിയോട് കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുക. മസാല ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി
ആദ്യം മാറ്റി വെച്ച തക്കാളി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അല്പം മല്ലിയിലയും 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് കിഴി കെട്ടാനുള്ള വാഴ ഇലയാണ്. അത് കഴുകി ഇതുപോലെ ചൂടാക്കിയെടുക്കാം. ഇനി കിഴി കെട്ടാൻ തുടങ്ങാം. ആദ്യം തന്നെ വാഴയിലൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫ് മസാല ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാലൻ്റെ മുകളിലേക്ക് അല്പം സവാള കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ട കൂടി വെച്ച് കൊടുക്കാം. ഇനി കിഴി കെട്ടാം. എല്ലാ ഭാഗവും കൂടി കൂട്ടിപ്പിടിച്ച് ഒരു കട്ടിയുള്ള നൂലോ എന്താ ഉള്ളത് അതെടുത്തിട്ട് നന്നായി കെട്ടിക്കൊടുക്കാം. ഇനി ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് അതിൽ വെള്ളം ചൂടായതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് കൊടുക്കാം. ഒരു 4-5 മിനിറ്റിന് ശേഷം പുറത്തേക്ക് എടുക്കാം. നമ്മളെ കിഴി പൊറോട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പൊറോട്ട. അതിൻ്റെ ഉള്ളിൽ ബീഫ് മസാലയും ഒക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.